ഹലോ വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇന്നൊരു നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലും ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നോക്കാം കേട്ടോ. നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാബേജും, പിന്നെ വേണ്ടത് ഒരു ക്യാപ്സിക്കം, ഒരു സവോള, കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ്, പിന്നെ 2-3 അല്ലി ഗാർലിക്, കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും യൂസ് ചെയ്തിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നൂഡിൽസ്. ഞാനിവിടെ ഇൻഡോമി നൂഡിൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 3 മുട്ട, ടൊമാറ്റോ കെച്ചപ്പ്, ഒലീവ് ഓയിൽ. അത് നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കോക്കനട്ട് ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ പാടില്ല, ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യണം. അതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കാരണം ഇൻഡോമി നൂഡിൽസിൽ ഓൾറെഡി ഒരു മസാല പാക്കറ്റ് ഉണ്ടാവും. അതിൽ സോൾട്ടും പിന്നെ കൂടെ ക്രഷ്ഡ് ചില്ലിയും ഉണ്ടാവും. സവോള ഒരു 5 to 8 മിനിറ്റ്സ് സോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം നൂഡിൽസിൽ സവോള അധികം കുഴയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ക്യാരറ്റും ക്യാബേജും ചേർത്ത് കൊടുക്കാം. ഒരു 5 to 8 മിനിറ്റ്സ് ഈ ക്യാരറ്റും ക്യാബേജും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ വെജീസ് എല്ലാതും ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുവേണ്ടി മിഡിലിൽ കുറച്ച് പോർഷൻ മാറ്റി വയ്ക്കാം. അതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം. മുട്ട ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 5 to 8 മിനിറ്റ്സ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ വെജീസൊക്കെ ഓൾമോസ്റ്റ് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇൻഡോമി നൂഡിൽസ് ബോയിൽ ചെയ്യാൻ വെക്കാം, അതായത് കുക്ക് ചെയ്യാൻ വെക്കാം. ആ ഒരു പാത്രത്തിൽ കുറച്ച് സോൾട്ടും പിന്നെ 1 ടീസ്പൂൺ ഒലീവ് ഓയിലും ചേർത്തിട്ടാണ് അത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുട്ടയൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. അതുപോലെ ഞാൻ ഈ നൂഡിൽസിൽ ക്യാപ്സിക്കം അധികം കുക്ക് ചെയ്യുന്നില്ല. ആ ഒരു ക്രഞ്ചിനെസ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന മസാല പാക്കറ്റ്സ് ഉണ്ടല്ലോ, ആ മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പാക്കറ്റ്സാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ആ ഫ്ലേവർ അധികം കൂടാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2 പാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. ടോട്ടൽ 3 എണ്ണം ഉണ്ടാവും. ഞാൻ ഇപ്പോൾ 2 എണ്ണം യൂസ് ചെയ്യുന്നുള്ളൂ. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റോളം സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ശേഷമാണ് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് അതും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം.
നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാതും കമ്പൈൻ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഡോമി നൂഡിൽസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ കൂടെ ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നൂഡിൽസ് പൊട്ടിപ്പോകാൻ പാടില്ല. അപ്പോൾ ആദ്യമേ ശ്രദ്ധയോടെ നമ്മളിത് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വേണമെങ്കിൽ വെജീസ് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെജീസ് ചേർത്തിട്ടേ ഉള്ളൂ. അതുപോലെ എഗ്ഗ് ഉണ്ട്, ഇതിൽ മീറ്റ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കമൻസിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. താങ്ക്